ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ച് സ്റ്റഡി. ആഫ്റ്റർ എ ലോങ് ടൈം ഇതാ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആട്ടോ. സൺഡേ ആയിട്ട് നമ്മൾ ഇന്ന് അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒട്ടും വൈകാതെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വരണം. അപ്പോൾ വേഗം പോയി റെഡി ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഇതാ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ അതാ കയ്യിൽ കുറച്ച് മുറുക്കും പിന്നെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇടയ്ക്ക് വെച്ച് വിശന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഒരു 8:20 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇടയിൽ വെച്ച് വിശക്കുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചേറ്റുവാ പാലം കടന്നിട്ടുണ്ട്. ഇവിടെ നല്ല കക്കിയും കല്ലുമ്മക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് വിശന്നപ്പോൾ ഞാൻ ആരോട്ട് ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു. നമ്മൾ ആദ്യം തൊഴുതതിന് ശേഷം കഴിക്കാനാട്ടോ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സമയം ഇപ്പോൾ ഒരു 10 മണി 10:30 ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഹോട്ടൽ ആര്യാസി കയറിയിട്ട് ദോശ കഴിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഓണം മെമ്പറിൻ്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, അത് വാങ്ങി. ഒരു ഓണം മെമ്പർ വാങ്ങിച്ച ഒരു 50 രൂപയുടെ ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടോ. പിന്നെ നമുക്ക് ലോട്ടറി അങ്ങനെ ഇതുവരെ എനിക്ക് അടിച്ചിട്ടില്ല. ബാക്കി അച്ഛനൊക്കെ ഇടയ്ക്ക് അടിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇതുവരെ ഞാൻ ലോട്ടറി എടുത്തിട്ടൊന്നും അടിച്ചിട്ടില്ല. അങ്ങനെ ഇതാ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. സമയം ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛന് എന്തോ വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു, അതിന് ഷീറ്റാക്കുണ്ടായിരുന്നു. ഈ കോഴികളെയൊക്കെ കണ്ടു. ഇതൊക്കെ കുറേ ആൾക്കാർ ഇവിടെ വഴിപാടായിട്ട് ഇങ്ങനെ നേർന്ന് കൊടുക്കണതാണെന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത്. അങ്ങനെ നമ്മൾ മെല്ലെ ഉള്ളി കയറി തൊഴുതു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്, ഇങ്ങനെ നമ്മൾ ഉഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടുന്ന ഒരു സംഭവമാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നേരെ പോകുന്നത് തൃപ്രയാറിക്കാണ്. ഗൈസ്, നമ്മൾ തൊഴുതിറങ്ങി നമ്മൾ നേരെ തൃപ്രയാറിക്ക് പോവുകയാണ്. ഇപ്പോൾ വണ്ടി കയറാൻ പോകട്ടോ. നന്നായി തൊഴാനൊക്കെ പറ്റി. ഇപ്പോൾ വണ്ടി കയറട്ടെ കേട്ടോ. 12 മണിക്കായിരുന്നു കേട്ടോ. നമ്മൾ നെറ്റി നോക്കിയപ്പോൾ തൃപ്രയാറ് അമ്പലം അടയ്ക്കണ സമയം. നമ്മളവിടെ എത്തുമ്പോൾ സമയം 11:45 അങ്ങനെ വേഗം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഓടി ചെന്നു കേട്ടോ ഉള്ളിലേക്ക്. അപ്പോൾ അതാ നമ്മുടെ ശിവേലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ശിവേലിയും തൊഴുതു. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഉള്ളി കയറിയിട്ടും തൊഴാൻ പറ്റി കേട്ടോ. കറക്റ്റ് സമയത്തിനാണ് എത്തിയത്. നമ്മുടെ മീനൂട്ടിൻ്റെ അവിടെ കുറേ വലിയ വലിയ മീനുകൾ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മീനൂട്ട് കൊടുക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും അവിടുത്തെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇവിടെ നിന്നും നന്നായി അത്യാവശ്യം തൊഴാൻ പറ്റി. വലിയ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ വീട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ പൂക്കൾ വാങ്ങണം വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊരു കടയിൽ നിന്ന് അങ്ങനത്തെ പൂക്കളും പിന്നെ പൂക്കൊട്ട പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. ഇത്രയും നേരം നടന്ന് തളർന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തൊരു കടയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയിട്ട് ഈ ഫ്ലേവേർഡ് ആയിട്ടുള്ള സിറപ്പും അതിൻ്റെ കൂടെ സോഡയൊക്കെ വെച്ചുള്ള സംഭവമില്ലേ, അതാണ് വാങ്ങിച്ചത്. ഞാൻ റോ മാംഗോയും ചില്ലിയും കൂടിയിട്ടുള്ള ഒരു ഫ്ലേവർ ആട്ടോ വാങ്ങിയത്. നല്ല പുളിയും എരിവൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ എന്തോ മാംഗോ ഫ്ലേവറൊക്കെ വാങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോണ വഴി ഒരു വാനിൽ ഇങ്ങനെ സിൽവറിൻ്റെ ഐറ്റംസ് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് എഴുതി കയറിയിട്ടോ. അമ്മയ്ക്ക് 3rd സ്റ്റഡിൽ ഒരു റിംഗ് മോഡൽ ഇയർ റിങ് നോക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ അവിടെ അങ്ങനത്തെ റിംഗ് മോഡലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് വരണ വഴി കുറച്ച് ഓണം ഷോപ്പിംഗ് കൂടി ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചാവക്കാടുള്ള കാലിക്കറ്റ് ഫാഷൻ ബസാറിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കിയത് സാരിയാണ്. ഇവിടെ കുറേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടും കേട്ടോ. നല്ല ഓഫേഴ്സും എല്ലാം ഉണ്ടാവും. പിന്നെ നമുക്ക് ഏകദേശം നമ്മൾ പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോവുള്ളൂ. എങ്ങനെയാണെങ്കിലും വിഷുവിനും ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാരി എടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഓഫീസിലൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ മോളുണ്ട് കേട്ടോ. 2-2.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അമ്മ ആ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് വാങ്ങി കേട്ടോ. ഈ കസവിൻ്റെ ഉടുപ്പാണ് വാങ്ങിയത്. പിന്നെ അച്ഛനും അനിയനും ഷർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങി. എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ ഒരു 3 മണി ആയിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആര്യാസി കയറി സദ്യ കഴിച്ചു. വീട്ടിലെത്തിയപാടെ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് അങ്ങനെ എന്താ വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ നാളെ കല്യാണം കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് പോകണം. വീട്ടിലെത്തിയ ഉടനെ ഞാനൊന്ന് കിടന്നുറങ്ങി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ സമയം ഒരു 3:15-3:30 ആയിട്ടുണ്ടായിരുന്നു. അന്നുടനെ കിടന്നുറങ്ങി എണീറ്റ് ചായ കുടിച്ച് ഇപ്പോൾ ഇതാ വിളക്കൊക്കെ കത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നാളെ അവിടുത്തെ ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ തലേ ദിവസം കല്യാണത്തിന് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം പോകും കേട്ടോ. അപ്പോൾ ഇനി വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറണം. അമ്മയുടെ വേറെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിന് പോയിക്കാണ്. അമ്മ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അമ്മ എത്തിയതിന് ശേഷമാണ് നമ്മൾ പോവുള്ളൂ. അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാം കേട്ടോ. ഞാൻ രാവിലെ അമ്പലത്തേക്ക് ഇട്ട ഡ്രസ്സ് തന്നെയാണ് കേട്ടോ വേറെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അച്ഛനും വന്നിട്ടുണ്ട്, പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി വീട്ടിൽ പോയിട്ടോ. കല്യാണ വീട്ടിൽ പോയി. ഇവിടെ നിറയെ കുഞ്ഞു കുഞ്ഞു ഉണ്ണികളുണ്ട് കേട്ടോ. ഭയങ്കര വികൃതിയാണ് എല്ലാവരും. നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസം. ഇങ്ങനെ ടൈം പാസിന് അതന്നെ മതിയായിരുന്നു. കുറേ പിള്ളേർ കല്ല് വാരണു, അപ്പുറത്തുള്ളവർ മേറ്റിക്ക് എറിയണു. പിന്നെ ഇവനെ കണ്ടോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് നടക്കണം. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ചെന്നു കേട്ടോ. ഫുഡിൻ്റെ കൂടെ നെയ്ച്ചോറും ബീഫ് കറിയായിരുന്നു. പിന്നെ നല്ല ഡേറ്റ്സ് പിക്കിളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടോ. ഇനി ഞാൻ വേറെ പരിപാടികളൊന്നുമില്ല, വേഗം പോയി കിടന്നുറങ്ങും. നാളെ വീണ്ടും ഡ്യൂട്ടി ഉണ്ട്. ഈ സാറ്റർഡേ നമുക്ക് ലീവില്ല. സൺഡേ ഒക്കെ കഴിഞ്ഞിട്ട് മൺഡേ ഡ്യൂട്ടിക്ക് പോകാൻ ഭയങ്കര മടിയായിട്ട്. പിന്നെ മൺഡേ സ്റ്റാർട്ട് ചെയ്താൽ ആ ഒരു കണ്ടിന്യൂവേഷനിൽ അങ്ങോട്ട് പൊക്കോടും. പിന്നെ വേറെ സന്തോഷം എന്താ വെച്ചാൽ അടുത്ത ആഴ്ച ഓണമായതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ലീവാണ്. പിന്നെ സാറ്റർഡേ മേ ബി ഞാൻ ലീവ് എടുക്കും. കാരണം ഇവിടെ ക്ലബ് ഉണ്ട് കേട്ടോ, അവിടെ ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ലീവ് എടുക്കും.
അപ്പോൾ 4 ദിവസം പോയാൽ മതിയല്ലോ ഡ്യൂട്ടിക്ക്. ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമുക്കിനി വൈറ്റ് കോട്ട് ഉണ്ട് ഡ്യൂട്ടിക്ക് ഇടാൻ, അത് വാഷ് ചെയ്യാനുണ്ട്. അപ്പം അത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു ദിവസം. രാവിലെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ സൺഡേ അങ്ങനെ തീർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.